ചേട്ടാ നമസ്കാരം. നമസ്കാരം. 2 ദിവസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആഹ്വാനം നടത്തി. അത് വലിയ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല നമ്മുടെ പൊതുജനങ്ങളുടെ. കാരണം മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. മാധ്യമങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു വാർത്ത കൊടുത്തു. ആ വാർത്ത അവർ കൊടുക്കാൻ തന്നെ കാരണം മോദിയുടെ ഒരു ടെക്നിക്കായിരുന്നു. കാരണം മോദി ഓരോരോ സംസ്ഥാനത്തെയും പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ചലഞ്ച് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വാർത്തയ്ക്ക് പ്രാധാന്യം തന്നെ കൊടുത്തത്. അല്ലെങ്കിൽ മോദി മാധ്യമങ്ങളോടാണ് ഇത് പറഞ്ഞതെങ്കിൽ നിങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇവന്മാര് തിരിഞ്ഞു പോലും നോക്കത്തില്ല. സംഭവം ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം, എഡിബിൾ ഓയിലിന്റെ ഉപയോഗം കുറയ്ക്കണം, 10% കുറയ്ക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലിനാണ് ആ ചലഞ്ച് കൊടുത്തത്. താങ്കൾ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറച്ച് കാണിക്കൂ, അതുകൊണ്ട് മാധ്യമങ്ങൾ ഇതാ മോഹൻലാലിന് മോദി ചാലഞ്ച് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വാർത്ത കൊടുക്കുകയുണ്ടായി. പക്ഷെ യഥാർത്ഥത്തിൽ മോഹൻലാലിന് എന്തിനാണ് മോദി ഈ ചലഞ്ച് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമില്ലേ? മോഹൻലാലിന്റെ വണ്ണം കുറച്ച് കണ്ടിട്ട് മോദിക്ക് എന്ത് കിട്ടാനാണ്? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. മോഹൻലാലിന്റെ വണ്ണം കുറയ്ക്കുന്നതിലൂടെ നരേന്ദ്രമോദി വേറെ പല വലിയ കാര്യങ്ങളും ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം നരേന്ദ്രമോദി കുറയ്ക്കാൻ പറയുമ്പോൾ തന്നെ പല രാജ്യങ്ങളും അപകടം മണക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിലേക്ക് 80% നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്. 80% ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 80 അല്ല, 85%. അതിൽ 80%വും പാം ഓയിലാണ്. പാം ഓയിൽ എന്ന് പറയുന്ന ഈ എണ്ണ നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന മലേഷ്യ, ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് 164.7 ലക്ഷം ടൺ, ഇത്രയും ലക്ഷം ടൺ എണ്ണയാണ് നമ്മൾ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത്. ഇതിന് നമുക്ക് ചെലവാകുന്ന തുക എന്ന് പറയുന്നത് $16 ബില്യൺ. അതായത് 101.38 ലക്ഷം കോടി രൂപയാണ് നമുക്ക് ചെലവാകുന്നത്. അതൊരു വശത്ത്. അതായത് നരേന്ദ്രമോദിക്ക് ഇപ്പോ ഈ എണ്ണ ഉപയോഗം കുറയ്ക്കണം. ഈ എണ്ണ ഉപയോഗം കുറച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ലോകം മൊത്തത്തിൽ ഒരു റിസഷനിലേക്ക് പോവുകയാണ് എന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയാൽ തന്നെയും യൂറോപ്പിലെ മുഴുവൻ ക്യാബിനറ്റും ഇന്ത്യയിലേക്ക് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് അവരുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലെ മുഴുവൻ ക്യാബിനറ്റും ഇന്ത്യയിലേക്ക് കുതിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ ഇവിടെ ന്യൂഡൽഹിയിൽ വന്നിരുന്ന അവൻ മുഴുവൻ ചർച്ച ചെയ്തിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അവര് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വ്യാപാരത്തെ കുറിച്ചാണ്. ഞങ്ങൾ ഒരു റിസഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കാണുന്ന പല രാജ്യങ്ങൾക്കും ഈ പുറംമോടി മാത്രമേ ഉള്ളൂ, അകത്ത് അവർക്ക് വെറും പൊള്ളയായി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും നരേന്ദ്രമോദി ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷ്യ എണ്ണയുടെ നമ്മൾ ഇങ്ങോട്ടുള്ള ഇറക്കുമതിയാണ്. ഇത്രയും എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതേസമയം നമ്മളുടെ നാട്ടിലുള്ള എണ്ണകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാനും മറന്നു പോകുന്നു. ഈ പാം ഓയിലിന്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിജുചേട്ടാ, ഏറ്റവും അധികം മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ലാത്ത എണ്ണയാണ് പാം ഓയിൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാം ഓയിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ ഹാർട്ടിന് ഏറ്റവും കൂടുതൽ വേണ്ട അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള വെളിച്ചെണ്ണ. എന്നാൽ ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കാറില്ല കൂടുതൽ. ഈ എണ്ണയ്ക്ക് പകരവും വറക്കാനും പൊരിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെയുള്ള പല എണ്ണകളുമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ, ഈ പാം ഓയിൽ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് പിന്നിൽ, ഈ അത് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ മാഫിയ, നമ്മുടെ രാജ്യത്തെ എന്നല്ല ആഗോള മെഡിക്കൽ മാഫിയെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ നരേന്ദ്രമോദിക്ക് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇവർ നമ്മൾ അറിയാതെ തന്നെ ഇവരുടെ ഒരു ലൂപ്പിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഈ ലൂപ്പിനകത്ത് പെടുത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ എണ്ണ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ എണ്ണ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ആ എണ്ണ ആശ്രയിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും, മനുഷ്യന് പൊണ്ണത്തടി വരും. മൂന്നിൽ ഒരാൾക്ക് പൊണ്ണത്തടി കൊണ്ട് അയാൾ വലിയ രീതിയിൽ എന്താണ് എന്താ ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി, അതായത് ഈ എണ്ണ ഇറക്കുമതിയെ ചുറ്റിപ്പറ്റി എത്ര ആൾക്കാരാണ് ജീവിച്ചു പോകുന്നത് നമ്മൾ ആലോചിക്കണം. ഒന്ന് ഈ മെഡിക്കൽ മാഫിയ, രണ്ട് ഗുളിക ഉണ്ടാകുന്ന ആൾക്കാർ, മൂന്ന് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കാര്, ഒരു ആംബുലൻസ് ഡ്രൈവർ തൊട്ട് അതിന്റെ മുകളിലോട്ടുള്ള ആൾക്കാർ വരെ ഇതിനെ ചുറ്റിപ്പറ്റി വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിനെല്ലാം കൂടെ വെച്ചൊരു ചെക്കാണോ ഇത് എന്ന് കൂടെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇവിടെയുള്ള പല ആൾക്കാരും ഇത് മോദിക്ക് മോഹൻലാലിന്റെ വണ്ണം കുറച്ച് കാണാനായിരിക്കും എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടാഗ് ലൈനിൽ അതിനെ ഒതുക്കി നിർത്തുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വീക്ഷണ കോണകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. എന്താ തോന്നുന്നത്?
നമ്മുടെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റ് ആരാ എന്ന് വെച്ചാൽ, മാഫിയ കിങ്ങൾ ആരെന്ന് വെച്ചാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. മെഡിക്കൽ രംഗം യെസ്. ഇന്ന് നമ്മളുടെ രക്ഷകരല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയും, ഇത് കണക്റ്റഡ് ആണ്. 1990 വരെ നമ്മുടെ രാജ്യത്ത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയവ ഇല്ലായിരുന്നു. 90-കൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്തേക്ക് അത് വരുന്നത്. എന്താണ് 90-കൾക്ക് ശേഷം അത് വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന കാരണം അർബനൈസേഷൻ, മോഡേണൈസേഷൻ, മനുഷ്യന്റെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം. ഗ്ലോബലൈസേഷൻ. ശരി, ഗ്ലോബലൈസേഷൻ ഇത് വന്നത് മൂലം മനുഷ്യരുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വന്നു. പഴയതുപോലെ അല്ല ഭക്ഷണം കഴിക്കുന്നത്. അവിടെ എന്താണ് ലൈഫ് സ്റ്റൈലിൽ എന്താണ് വ്യത്യാസം വന്നത്? അവരിടുന്ന ഡ്രസ്സിന്റെ കാര്യത്തിലാണോ? അല്ല, അവന്റെ നിത്യവുമുള്ള ഭക്ഷണ കാര്യങ്ങളിൽ ആണ് വ്യത്യാസം വന്നത്. പണ്ട് ചോറും കപ്പയൊക്കെ തിന്നു, ആധുനിക കാലത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഷവർമ ഉൾപ്പെടെയുള്ള വലിയ കാര്യങ്ങൾ കഴിക്കുന്നു. കഴിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ ആ കഴിക്കുന്ന ഭക്ഷണം, അതെ, കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യുന്നു, ഏത് മെറ്റീരിയലുകളാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇവിടെയാണ് ഇവർ ഈ പറയുന്ന ഈ ഗ്ലോബലൈസേഷനും അർബനൈസേഷനും കൊണ്ട് ലൈഫ് സ്റ്റൈൽ മാറി എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ മാറുമ്പോഴും കുഴപ്പമില്ല മനുഷ്യന്. അപ്പൊ 90-കൾക്ക് ശേഷമാണ് ബി പി, ഷുഗറും ഒക്കെ വലിയ രീതിയിൽ കൊളസ്ട്രോളും വരുന്നത്. അപ്പൊ മാറുന്നത് കുഴപ്പമില്ല, പക്ഷെ മാറിയപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഓയിലുകളായാലും ഫ്ലേവേഴ്സ് ആയാലും മറ്റ് ജങ്ക് ഫുഡ്സിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളായാലും ഇതൊക്കെയാണ്. ഇതിനെ ആദ്യം ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? അതിന്റെ ഒരു വലിയ മാഫിയുണ്ട്. ഇത്തരം ഓയിൽ കമ്പനികളുണ്ട്, ഇത്തരം ഫുഡ് നിർമ്മിക്കുന്ന വലിയ വലിയ വൻകിട നിർമ്മാതാക്കളുണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. എല്ലാ കാലത്തും മാധ്യമങ്ങൾ, ഏത് മാഫിയ എടുത്താലും അതിന്റെ ഒരു ഭാഗം എപ്പോഴും നിയന്ത്രിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളാണ് ഇതിന്റെ ഒരു ചുക്കാൻ പിടിക്കുന്നത്. നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാം, നമ്മൾ ആ പണി തന്നെയാണ് ചെയ്യുന്നത്. പറയുന്നത് ഒരു തെറ്റും അതിനകത്ത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ കമ്പനികളുടെ വമ്പൻ പരസ്യങ്ങളാണ് ഈ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ലാഭം. ആ പരസ്യങ്ങളിൽ വന്നിട്ട് ഈ ഓയിൽ ഉപയോഗിക്കും, ഈ ഓയിൽ ഉപയോഗിക്കൂ, നിങ്ങളുടെ ഹൃദ്രോഗം അകറ്റു, ഇതാണ് പരസ്യം. നമ്മുടെ ആളുകളുടെ ഒരു പൊതു സ്വഭാവം. നമ്മുടെ ലൂസിഫർ സിനിമയിൽ ഒരു ഡയലോഗ് തന്നെ ഉണ്ട്, അതായത് വൻകിട കോർപ്പറേറ്റുകളുടെ ഉച്ഛിഷ്ടത്തിന്റെ അങ്ങേയറ്റം ഉറിഞ്ചി ജീവിക്കുന്ന പാരസൈറ്റുകളാണ് മാധ്യമങ്ങൾ എന്ന് പറയും. ആ ഡയലോഗ് ഓർമ്മ വന്നുകൊണ്ട് അല്ല, ഇനി ഞാൻ അതിലേക്ക് വരും. ആദ്യം ഈ എണ്ണ കമ്പനികളുടെ വലിയ പരസ്യങ്ങൾ മേടിക്കുന്നു. ഹൃദ്രോഗത്തിന് ഈ എണ്ണ കഴിച്ചാൽ വരില്ല, ഈ എണ്ണ കഴിച്ചാൽ ക്യാൻസർ വരില്ല, ഈ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ മുടിയെ തൂത്ത് കഴിഞ്ഞാൽ മുടി വളരും. ഇങ്ങനെ കുറെ പരസ്യങ്ങളിലൂടെ ഇവർ വലിയ വരുമാനം ഉണ്ടാക്കും. അങ്ങനെ എണ്ണ ഒരു വലിയ കച്ചവടം ലോകമെമ്പാടും നടക്കുന്നു. അതൊരു വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഈ എണ്ണ മാഫിയകൾക്ക് കിട്ടുന്നുണ്ട്, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികൾക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഒരു വശത്തുണ്ട്. ഇനി അടുത്ത സെക്ഷൻ തുടങ്ങുക പണി. അതെവിടെയാണ്? ഈ എണ്ണകൾ കഴിച്ച് രോഗാതുരരാകുന്ന മനുഷ്യർക്ക് വേണ്ടി അടുത്ത പരസ്യം തുടങ്ങിയിരിക്കുന്നത് മാധ്യമങ്ങൾ ആദ്യം തുടങ്ങും. നിങ്ങൾക്ക് വയറുവേദനയാണോ, ചിത്തകെട്ടലാണോ, ഇല്ല നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ, അത് ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഇന്ന ഹോസ്പിറ്റലാണ്, അതിന്റെ പരസ്യം. അങ്ങനെ ഈ മെഡിക്കൽ ശൃംഖലയുടെ ഒരു വലിയ രീതിയിലുള്ള ഇത് കിട്ടും. ഇതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്, PR വർക്കുകൾ ഏറ്റെടുത്തിട്ട് വലിയ മെഡിക്കൽ കമ്പനിയുടെ PR വർക്ക് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കാണുന്നുള്ള, ഒരുപക്ഷെ സാധാരണപ്പെട്ടവർക്ക് അത് മനസ്സിലാകില്ല. പലപ്പോഴും വാർത്തകൾ നമ്മൾ കാണും, ഇന്ന കമ്പനി എന്താണ് എക്സ് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൊളസ്ട്രോളിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ അസുഖം ഭേദമാക്കുന്ന കൊളസ്ട്രോളിന് മരുന്ന് കാണുമ്പോൾ അതൊരു വാർത്തയാണ്. അത് വാർത്തയല്ല, അതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾ നൽകുന്നത്. കാരണം ഒരു മെഡിസിൻ കമ്പനി, ആ എക്സ് എന്ന് പറയുന്ന മെഡിസിൻ കമ്പനി കൊളസ്ട്രോളിന്റെ മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തുക, അത് കൂടുതൽ വിറ്റഴിക്കുക. ഇതാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്ന ഒരു കാര്യം. ഈ രണ്ട് മാഫിയകൾ പിടിമുറുക്കുന്നതാണ് ഈ മനുഷ്യന്റെ ലോകത്തിലെ സർവ്വരോഗങ്ങൾക്കും കാരണം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഈ വളരെ അത്യാവശ്യമായ മെഡിസിൻസിന്റെ വില കുറയ്ക്കണമെന്ന് നമ്മളെ മെഡിക്കൽ കമ്പനികളോട് ആവശ്യപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിലെ ഉള്ള പല മെഡിക്കൽ കമ്പനികളും ഫോറിൻ കൊളാബറേറ്റഡ് ഉള്ള മെഡിക്കൽ കമ്പനികളാണ്. ആവശ്യപ്പെട്ടപ്പോൾ അവതിന്റെ നിഷ്കരണം അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ കമ്പനികളൊക്കെ അത് പറ്റില്ല, ഞങ്ങളുടെ മെറ്റീരിയൽസിനൊക്കെ ഭയങ്കര വില, അത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നരേന്ദ്രമോദി കണ്ടുപിടിച്ച ഉപായമായിരുന്നു ജൻ ഔഷധി എന്ന് പറഞ്ഞിട്ട് രാജ്യമെമ്പാടും ഈ കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങി. എല്ലായിടത്തും മെഡിക്കൽ സ്റ്റോറുകൾ. അവിടെ ഈ ടാബ്ലറ്റുകൾ തന്നെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ടാബ്ലറ്റുകൾ എത്തിച്ചുകൊണ്ട് സാധാരണപ്പെട്ടവന്റെ വളരെ പ്രധാനപ്പെട്ട വലിയ മരുന്നുകളല്ല, ഏതാണ്ട് ഒരു 1200ഓളം മരുന്നുകൾ, 1200 തരം മരുന്നുകളെ ഇറക്കി ചെയ്തുകൊണ്ടാണ് അതിനൊരു ചെക്ക് വെച്ചത്. അപ്പോഴെന്ത് പറ്റി? കോമ്പറ്റീഷൻ ശക്തമായി. കോമ്പറ്റീഷൻ ശക്തമായപ്പോൾ പല കമ്പനികളും മരുന്നിന്റെ വില കുറയ്ക്കാൻ തയ്യാറായി. ചില കമ്പനികളോട് കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾ വില കുറച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരതിന്റെ വില കുറയ്ക്കാൻ തയ്യാറായി. ചിലതിനൊക്കെ നമ്മൾ നികുതി ഇളവുകൾ നൽകി കേന്ദ്ര സർക്കാർ. അങ്ങനെ അതിന്റെ വില ഒരു പരിധി വരെ, പ്രത്യേകിച്ച് ക്യാൻസർ മെഡിസിൻ പോലെയുള്ള മരുന്നുകളുടെയൊക്കെ വില ഒരു വലിയ പരിധി വരെ കുറയ്ക്കാൻ നമുക്കായി.
നമ്മുടെ പ്രതിപക്ഷം പോലും മരുന്നിന് വില കൂടി നമ്മൾ സമരം ചെയ്ത് കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എങ്ങും ചെയ്ത് കണ്ടിട്ടില്ല. മരുന്ന് കിട്ടാനില്ല എന്ന് സമരം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് എല്ലായിടത്തും സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടാക്കി റേറ്റ് കുറയ്ക്കാൻ അവർ തയ്യാറായി. അപ്പോൾ ഇതിനെ മറികടക്കാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ കണ്ടുപിടിച്ച വലിയ ടെക്നിക്ക് എന്താണെന്നറിയോ? പുതിയ 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 രോഗങ്ങൾ കണ്ടുപിടിക്കുക. കാരണം മനുഷ്യന് പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടെങ്കിലല്ലേ പുതിയ പുതിയ മെഡിസിൻ വരും. ധനുഷിന് ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് ഈ മനുഷ്യന് ഡോക്ടർമാര് ചെക്കിങ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി എഴുതി തരുന്നത് ഓരോ സീസണിൽ ഓരോന്നാണ്. കഴിഞ്ഞ കുറെ കാലം തൈറോയിഡിന്റെ ടെസ്റ്റിനായിരുന്നു ഏത് പേഷ്യന്റ് ചെന്നാലും ഏത് ഡോക്ടറും എഴുതി കൊടുക്കുന്നത്. അതിന് കിട്ടുന്ന ഈ ഡോക്ടർ കിട്ടുന്ന കമ്മീഷൻ, ഈ ലാബിന് കിട്ടുന്ന കമ്മീഷൻ, ഈ മെഡിസിൻ കമ്പനി കിട്ടുന്ന കമ്മീഷൻ. അത് കഴിഞ്ഞിട്ട് വിറ്റാമിൻ ഇ ആയിരുന്നു എല്ലാവർക്കും എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് വിറ്റാമിൻ ഡിയുടെ കുറവാണെന്നാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 800 രൂപയാണ് വിറ്റാമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു മാഫിയ. അധികം വൈകാതെ ഇതിന്റെ ട്രെൻഡ് അവസാനിക്കും. വിറ്റാമിൻ ഡിയുടെ പുതിയ ഒരുപാട് കമ്പനികൾ വരികയും വിറ്റാമിൻ ഡിയുടെ മരുന്നിന് വില കുറയുകയും ചെയ്യുന്നു. അടുത്തൊരു സെക്ഷനിലേക്ക് അവർ ഒരുപക്ഷെ വിറ്റാമിൻ എയോ ബിയോ ഇനി ഇസഡോ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേരിലേക്ക് ഇത് മാറ്റിവിടും. ഇതൊരു വലിയ ഇതാണ്. ഇന്ത്യയേറെ പറയുന്നത് വലിയ ഹോസ്പിറ്റൽ ഡോക്ടർമാർക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. 3 ലക്ഷം രൂപ ഇല്ല 5 ലക്ഷം രൂപ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ ചെല്ലും. മെഡിക്കൽ ഇൻഷുറൻസ് കാർഡുള്ളവനാണെങ്കിൽ കൊന്നു കൊല വിളിക്കും. ചെന്ന് കഴിയുമ്പോൾ അവന്റെ ആസ്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവന് നഖം മുതൽ തലമുടി നാരി വരെയുള്ള എല്ലാ ടെസ്റ്റുകളും എഴുതി കൊടുക്കും. അപ്പൊ അതിൽ നിന്ന് അവരുടെ ഒരു ടാർഗറ്റിന്റെ 50,000 ഒത്തു, ബാക്കിയുള്ളത് ഒരു വലിയ മാഫിയ. ഈ മാഫിയ തകർക്കാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിനൊരു പരിധി വരെ തടയിടാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനി എണ്ണയിലേക്ക് വരാം. ഈ എണ്ണ നമ്മളുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പാം ഓയിലാണ്. മലേഷ്യയിൽ നിന്ന് ഇന്തോനേഷ്യ ആണ് പാം ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ രാജ്യക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ആ സൺഫ്ലവർ ഓയിൽ നമ്മൾ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്നത് നേപ്പാള്, സ്പെയിൻ, ബ്രസീല്, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ്. നമ്മുടെ ഉക്രൈൻ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ. റഷ്യ ഇപ്പം ഈ യുദ്ധം മൂലം നമുക്ക് നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെ ഒരു കാര്യങ്ങൾ വരുന്നു. ഒപ്പം തന്നെ സോയാബീന്റെ എണ്ണ നമ്മുടെ ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ഇതുകൂടാതെ നമ്മുടെ തനതായിട്ടുള്ള ഓയിലുണ്ട്. അതായത് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഈ നട്ട്സ് ഓയിൽ എന്ന് പറയുന്ന നിലക്കടലയിൽ നിന്നും മറ്റുമുള്ള നിലക്കടല എണ്ണയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കയറ്റി അയക്കുന്നുമുണ്ട്. നമ്മൾ ചെറിയ തോതിൽ അത് ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ തനതായ എണ്ണകളായിരുന്നു 90-കൾക്ക് മുമ്പ് നമ്മളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയത്. നമുക്ക് ധനുഷിന് ഓർമ്മയുണ്ടോ എന്നറിയാം, കുറച്ച് നാൾക്ക് മുമ്പ് കേൾക്കാനില്ല, ഈ വെളിച്ചെണ്ണ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ കഴിക്കല്ലേ, കൊളസ്ട്രോൾ കൂട്ടും, ക്യാൻസർ വരും. പിന്നീട് അതല്ല എന്ന് തെളിയിക്കപ്പെടുകയും പിന്നീട് ആ വെളിച്ചെണ്ണ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതുപോലെ അതായത് ഈ കേരളത്തിൽ നടക്കുന്നത്, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത്, ഓരോ മാഫിയകളും ഓരോ സീസൺ കൈയടക്കുക ചെയ്യുന്നത്. ഞാനിപ്പോ ആലപ്പുഴ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഇവിടെ എല്ലാ ഈസ്റ്റർ കാലത്തും കേൾക്കുന്ന സ്ഥിരമായ ഒരു വാർത്തയുണ്ട്. എന്താണെന്നറിയാവോ? ആലപ്പുഴയിൽ പക്ഷിപ്പനി. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ താറാവ് കർഷകരുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഈസ്റ്ററിന് വേണ്ടി പാവപ്പെട്ട വീട്ടമ്മമാര് 10ഓ 15ഓ താറാവിനെ വളർത്തും. ആ താറാവിനെ വിറ്റ് കിട്ടുന്ന പൈസയായിരിക്കും അവരുടെ പെൺകുട്ടിക്ക് ഒരു തരി പൊന്നു മേടിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാലേ ബീഫ് കച്ചവടക്കാരൻ ലാഭം കിട്ടും, കോഴിക്കച്ചവടക്കാരൻ ലാഭം കിട്ടും. അപ്പൊ ഇറച്ചി ഈസ്റ്ററിന് ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ഇറച്ചി വലിയ വിൽപ്പനയുള്ള സമയമാണ് ഈസ്റ്റർ സമയം. ആ സമയത്ത് പക്ഷിപ്പനി പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട താറാവിനെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്, ലക്ഷക്കണക്കിന് താറാവിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈസ്റ്ററിനെ കണക്ക് കൂട്ടിക്കൊണ്ട് ആ പാവപ്പെട്ട ഈ 10 താറാവ് മുതൽ 10,000 താറാവ് വരെ വളർത്തുന്നവരുണ്ട്. കൂടുതലും ഇടത്തര, എനിക്കറിയാം ഈ കുട്ടനാട് മേഖലയിലൊക്കെ വളരെ ഇടത്തരക്കാരും സാധാരണപ്പെട്ടവരും വളർത്തുന്ന താറാവ് ഉണ്ട്. അവരത് വളർത്തിക്കൊണ്ടുവരാൻ അവർക്കുണ്ടാകുന്ന ഒരു ചെലവുണ്ട്. അതിനെ അവർ പക്ഷിപ്പനി പറഞ്ഞ് കൊല്ലുകയാണ്. കേന്ദ്ര സംഘം പലവട്ടം എന്നിട്ട് കണ്ടുപിടിച്ചോ എവിടെങ്കിലും പനിയുണ്ടെന്ന്? ആലപ്പുഴ മാത്രമേ പക്ഷിപ്പനിയുള്ളൂ. കേരളത്തിൽ വേറെ എങ്ങോട്ടും പക്ഷിപ്പനി പടരത്തില്ലേ? അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ പക്ഷിപ്പനിയുള്ളൂ. ഇതാണ് മാഫിയ സംസ്കാരം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ഒരു വാർത്തയുണ്ട്, പിന്നെ ബീഫിനകത്ത് മായം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പച്ചക്കറി മാഫിയാണ്. കാരണം ബീഫ് ഡൗൺ ആയി കഴിയുമ്പോൾ ആളുകൾ പച്ചക്കറി വാങ്ങാനായിട്ട് പോകും. അങ്ങനെ പച്ചക്കറി ഒരു സീസൺ ഇങ്ങനെ കച്ചവടം മൂത്ത് നിൽക്കുമ്പോൾ അടുത്ത വാർത്ത പച്ചക്കറിയിൽ വിഷം, അടുത്ത വാർത്ത വന്നു. അപ്പൊ ആളുകൾ നേരെ മത്സ്യത്തിലേക്ക് പോകും. മത്സ്യത്തിന്റെ സെയിൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത വാർത്ത വരുന്നു മത്സ്യത്തിൽ വിഷം. ഉടനെ ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് അടുത്ത പ്രൊഡക്റ്റുമായിട്ട് ഒരു കമ്പനി എത്തുന്നത്. നിങ്ങൾ ഇത് പാലിൽ കലക്കി കുടിക്കൂ, നിങ്ങൾക്ക് ഒരു ദിവസം വേറൊന്നും കഴിച്ചിട്ടാലും കുഴപ്പമില്ല. എന്ത് ഫുഡായാലും ഇതുപോലെയുള്ള നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഫുഡ് അല്ലാതെ എന്ത് ഫുഡ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം. അതിനൊരു വലിയ ഡോക്ടറുടെ ബുദ്ധിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് ഇത്തരത്തിൽ കഴിക്കുന്നു. ഈ ഭക്ഷണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് ആ സമയത്തുള്ള നമ്മുടെ അസുഖത്തെ ഇല്ലാതാക്കുമെങ്കിലും അത് നിരന്തരം കഴിക്കുന്നത് മൂലം നമ്മളുടെ മറ്റ് അവയവങ്ങളെ അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും.
കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ പനിയുടെ ഒരു മരുന്ന്, ഒരു പാരസെറ്റാമോൾ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് അടങ്ങിയ ഒരു മരുന്ന് ഒരു കമ്പനി ഇറക്കുകയാണെങ്കിൽ അത് കഴിച്ചാൽ പനി മാറും എന്നുണ്ടെങ്കിൽ അനവധി പാരസെറ്റാമോൾ കമ്പനികൾ വരില്ലല്ലോ ഈ ലോകത്ത്. ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത്? ഈ പാരസെറ്റാമോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ആൾക്ക് അതിന് കിഡ്നി പ്രോബ്ലമോ ഇല്ല മറ്റെന്തെങ്കിലും പ്രോബ്ലമോ ഉണ്ടാകും. അപ്പോൾ അയാൾ അടുത്ത മെഡിസിൻ ഉണ്ടാക്കുകയാണ്, കിഡ്നിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഉണ്ടാക്കും, ഹാർട്ടിന്. അത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് ഇതൊരു വലിയ മാഫിയാണ്. ഇതിന് തടയിട്ടേ നമുക്ക് മതിയാകും. ഇല്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഒരു ലക്ഷറി ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് ഇപ്പൊ നമ്മുടെ പ്രധാന ലക്ഷ്യം. നമ്മൾ ടൂറിന് പോകാനായിട്ട് ഇപ്പോ നമ്മൾ മലേഷ്യ, സിംഗപ്പൂർ ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചാൽ ഏറ്റവും 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പുതിയ ട്രെൻഡ്. അത് മാക്സിമം മുതലെടുക്കുന്നുണ്ട്. വലിയ മാഫിയകൾ അതിനുവേണ്ടി നിൽക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ 1 രൂപയ്ക്ക് ഗുളിക കൊണ്ട് മാറുന്ന അസുഖത്തിന് അത്തരം ഹോസ്പിറ്റലുകൾ 150, 200, 300 ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കതിനകത്തൊരു മടിയില്ല. 300 രൂപ കൊടുക്കുന്നു. നമ്മൾ ആദ്യം പറയുന്നത്, എന്റെ ദൈവമേ, ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണണം. സെൻട്രലൈസ്ഡ് AC, കയറിക്കഴിഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ്. അതിന്റെ ലിഫ്റ്റ് കാണണം. അവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. പിന്നെ അവിടെ തരുന്നത് ഈ മെഡിസിൻ തന്നെയാണ്. ഈ മെഡിസിൻ എടുത്ത് കൊടുത്തിട്ടാണ് അവൻ ആ വലിയ ചാർജ് ചെയ്യുന്നത്. ഇനി ഇതിലും വലിയ കൗതുകകരമായ കാര്യമുണ്ട്. ഞാൻ പേര് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില ടാബ്ലറ്റുകൾ തരും നമ്മുടെ അസുഖത്തിന് വേണ്ടിയിട്ട്. ഈ ടാബ്ലറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ മരുന്ന് വാങ്ങാൻ കഴിയില്ല. എന്താ അതിന്റെ കാരണമെന്നറിയാവോ? A എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയ മരുന്നാണ് ആ അസുഖത്തിന് വേണ്ടത്. അതിന് ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പണി എയുടെ കൂടെ ഒരു C കൂടെ കയറ്റി വെക്കും. അപ്പൊ A+C കണ്ടന്റ് അടങ്ങിയതാണ് ഞങ്ങളുടെ മെഡിസിൻ എന്ന് പറയും. A മതി അതിന് മാറാൻ, പക്ഷെ A+C. കാരണം A+C ഈ കമ്പനി ഈ ഹോസ്പിറ്റലിന് വേണ്ടി മാത്രമാണ് ഇറക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? പാവപ്പെട്ട സാധാരണ രോഗിക്ക് അറിയില്ല. അവൻ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ആ ഡോക്ടർ പറയുന്ന, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ പറയുന്ന മരുന്ന് കൊള്ള വിലക്ക് മേടിക്കുക. കാരണം കഴിച്ചാൽ മാറും. അത് ഇയാൾക്ക് അറിയില്ല. ഇയാൾ കരുതുന്നത് എന്തോ അവിടെ മാത്രമേ ആ മരുന്നുള്ളൂ, അവിടെ മാത്രമേ കിട്ടൂ, അത് അയാൾ പറയുന്ന വിലക്കല്ലേ വാങ്ങാൻ കഴിയും. ഇതാണ് ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്ന മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ മാഫിയ. അതിനോടൊപ്പം തന്നെയുള്ള ഭക്ഷ്യ മാഫിയകൾ ഇവിടെ വലിയ രീതിയിൽ തന്നെ തഴച്ചു വളരുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ രൂപത്തിലായാലും മിനറൽ വാട്ടർസിന്റെ രൂപത്തിലായാലും ഒക്കെ ഇതിനെ തടയിടേണ്ടത് അനിവാര്യമായ ഘടകമാണ്. തടയിടുക എന്ന് പറയുന്നത് നമുക്ക് നിരോധനത്തിൽ കൂടെ തടയിടാൻ കഴിയില്ല. ജനങ്ങളെ ബോധവൽക്കരിച്ച് മാത്രമേ തടയിടാൻ കഴിയൂ, അല്ലെ? നിരോധനത്തിൽ കൂടെ തടയിട്ട് കഴിഞ്ഞാൽ ഒന്നും വിജയിക്കില്ല. ഇപ്പൊ നമ്മൾ പറയുകയാണ് നാളെ മുതൽ ആരും ഷവർമ കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കഴിക്കാതിരിക്കുമോ? ഇല്ല. പകരം എന്താണ്? ഷവർമ കഴിച്ച് കുറെ പേരൊക്കെ മരിക്കുമ്പോ കൂടുതൽ കഴിക്കും. ഷവർമ കഴിച്ച് കുറച്ച് പേരൊക്കെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് കഴിച്ചാൽ മരിക്കുമല്ലേ, അപ്പോഴത്തേനും പത്രക്കാർ വരും. ഷവർമയ്ക്ക് ബദലായിട്ട് വേറൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പൊ പത്രക്കാർ എഴുതും ഷവർമ കഴിച്ചാൽ വരും, മരിക്കും എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പത്രത്തിൽ തന്നെ അടുത്ത വാർത്ത വരും, ഷവർമയുടെ അടുത്ത മോഡൽ. ഇപ്പോൾ ജനങ്ങൾക്ക് പ്രിയം ഷവർമയുടെ അളിയനാണ് എന്നും പറഞ്ഞൊരു വാർത്തയാണ് പിന്നെ വരുന്നത്. അപ്പോഴത്തേന് ആൾക്കാരോട് തന്നെ ഓടിപ്പാഞ്ഞു പോയി ഇതിന്റെ ഈ എന്താണ് ഷവർമയുടെ അളിയന്റെ പേരെന്ന് ചോദിച്ചിട്ട് കഴിക്കും. ഇതാണ് ഈ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തെല്ലായിടത്തും നടക്കും. അപ്പൊ ഇതിനെ ഒരു പരിധി വരെ നമുക്ക് തടയിടേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പൊണ്ണത്തടി മാത്രമല്ല വലിയ രോഗങ്ങൾ വരും. ആ രോഗങ്ങൾ മൂലം നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കും നമുക്ക് ഓരോ വ്യക്തിക്ക് വരുന്നത്, ഓരോ രാജ്യത്തിന് വരുന്നത്. അത് മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പിന്നെ അമിതമായി നമ്മുടെ ഭക്ഷ്യ എണ്ണയ്ക്ക് വേണ്ടി ഒരുപാട് രാജ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. നമുക്കറിയാം, കുറച്ചു നാൾക്ക് മുമ്പ് മലേഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരെ കാശ്മീർ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിരുന്നു. നമ്മൾ അന്ന് അവർക്ക് മറുപടി കൊടുത്തത് അവിടെ നിന്നുള്ള പാമോയിൽ ഇറക്കുമതി കട്ട് ചെയ്തുകൊണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം മലേഷ്യ ഇന്ത്യക്കെതിരെ ആ ഒരു ഡയലോഗ് അടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ രാജ്യത്തു നിന്ന് പാമോയിൽ വാങ്ങുന്നു എന്നുള്ളൊരു ഹുങ്കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോ ഈ പാമോയിൽ എന്താണ് നമുക്ക് നൽകുന്നത്? ഹൃദ്രോഗം നൽകുന്നു, ക്യാൻസർ നൽകുന്നു, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ ഷുഗറിനെയും കൊളസ്ട്രോളിനെയൊക്കെ കുറിച്ച്. അപ്പോ ഈ ഒരു മാഫിയ, ആ മാഫിയക്ക് തടയിട്ടേ മതിയാവും. അപ്പൊ ജനങ്ങൾക്ക് ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. ആ ബോധവൽക്കരണത്തിലേക്ക് തന്നെയാണ് നരേന്ദ്രമോദി ഓരോ കാര്യങ്ങളും, സെൻട്രൽ ഗവൺമെന്റ് ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ ആദ്യം അദ്ദേഹം തന്നെയാണ് അതിന്റെ പ്രചാരണം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ആദ്യം ചെയ്യുന്നത് അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയും. ഇപ്പോൾ നമ്മളിപ്പോ രണ്ടുപേരും ചർച്ച ചെയ്ത് ഈ കാര്യം ഒരു സാധാരണപ്പെട്ട ജനത്തിന്, സാധാരണക്കാരന് അത് ദഹിക്കണമെന്നില്ല. പകരം നേരെ മറിച്ച് നിങ്ങൾ ഇത് കഴിക്കരുത്, നിങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കുറയ്ക്കൂ. അങ്ങനെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. നിങ്ങൾ ഒരു ദിവസം 4 സ്പൂൺ ഈ ഭക്ഷ്യ എണ്ണ ഉപയോഗിക്കൂ. നമ്മുടെ 10 ടേബിൾ സ്പൂണിനും അതിന് മുകളിലൊക്കെയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ്. നിങ്ങൾ 4 സ്പൂൺ ആക്കൂ, 10% കുറയ്ക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 10% അദ്ദേഹം പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് ഇപ്പൊ മോഹൻലാലിനെ പോലെയുള്ള
താരങ്ങൾ കൂടി രംഗത്തിറങ്ങിയാൽ ഒരുപക്ഷെ നമുക്ക് അതിന് തടയിടാൻ കഴിയും. അതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉത്പാദിപ്പിക്കുന്ന ഈ പറയുന്ന നിലക്കടലയുടെ ആയാലും വെളിച്ചെണ്ണയുടെ അതായാലും ഒക്കെ ഓയിലുകൾ അല്ലേ നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നും നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് ഈ ഫോറിൻ കൺട്രീസ്, നമ്മുടെ ഗൾഫ് കൺട്രീസിലായാൽ പോലും അവിടെ എസൻസുകളല്ലല്ലോ ഉപയോഗിക്കുന്നത്. വാനില ആണെങ്കിൽ അവർക്ക് ഒറിജിനൽ വാനില പേസ്റ്റ് തന്നെ ഉപയോഗിച്ചിട്ട് അവരവിടെ കേക്കുകൾ നിർമ്മിക്കാറുള്ളൂ. അപ്പോൾ അവിടത്തെ സാധനം ഇവിടുത്തെ സാധനത്തിന് വലിയ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതായത് ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളുടെ മുകളിലേക്കാണ് ഇത്തരം വിഷവസ്തുക്കൾ കൊണ്ട് ആദ്യം ഡംപ് ചെയ്യിക്കുക, അവരെ കൊണ്ട് അത് കഴിപ്പിക്കുക. അവർ കഴിച്ചു കഴിഞ്ഞ് അവർക്ക് വരുന്ന രോഗത്തിന് മരുന്നുമായിട്ട് വേറൊരു മാഫിയ വരിക. ഇതിനെല്ലാം ഒത്താശ പാടിക്കൊണ്ട് ഇതെല്ലാം അറിയാവുന്ന മാധ്യമങ്ങൾ നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് തടയിട്ടേ മതിയാവും. തടയിട്ടില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നമ്മളൊരു യൂത്ത് രാജ്യമാണ്, യുവാക്കളുടെ രാജ്യമാണ് നമ്മുടെ 55%. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് കഴിയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ കൂടുകയാണ്. ഏതാണ്ട് ഇപ്പോഴുള്ള ജനസംഖ്യയുടെ 15%-ലധികം ഇപ്പോൾ തന്നെ ഉണ്ട് 60 വയസ്സ് കഴിഞ്ഞവർ. അത് കൂടുകയാണ്. കാരണം നമ്മുടെ ഒരു ആയുസിന്റെ ദൈർഘ്യം 78 വയസ്സായി മാറിയിരിക്കുന്നു. അതൊരു റീസൺ തന്നെയാണ്. അപ്പം ഈ വരുന്ന ഈ ആളുകൾ, അതായത് യൂത്തിൽ നിന്ന് മാറി 60 വയസ്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വ്യക്തി രോഗാതുരന, അതായത് യൂത്തായി ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ഈ രാജ്യത്തിന് സമ്പാദിച്ചു കൊടുക്കുന്ന മുതല് അയാൾ ഏജ്ഡ് ആകുമ്പോൾ രാജ്യം തന്നെ അതിന്റെ കുറെ അധികം ഈ വ്യക്തിക്ക് വേണ്ടി ചെലവഴിക്കുക. ഹോസ്പിറ്റലിലൂടെ ഇതിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ രാജ്യമാണല്ലോ അതിനുവേണ്ടി മുടക്കുന്നത്, മെഡിക്കൽ കോളേജ് ആയാലും മറ്റിടങ്ങളായാലും ഒക്കെ. ഇങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. ആരോഗ്യമുള്ള, അതായത് യുവത്വം നമ്മുടെ രാജ്യത്തിന് നേടിത്തരുന്ന സമ്പത്ത്, ആ സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണം? നമുക്കും കൂടെ രോഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരണം. ഏതെങ്കിലും ഒരു പേഷ്യന്റ് പോയിട്ട് നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ലെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ മാനസിക പ്രശ്നം എന്താണ്? നമ്മൾക്ക് അവിടെ ചെന്ന് ഡോക്ടർ നമുക്ക് രോഗമില്ലെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ വെറും വിഡ്ഢിയാണെന്ന് നമ്മൾ പറയും. അതേസമയം നമുക്ക് കൂടുതൽ മരുന്ന് എഴുതി തരുന്ന ഒരു ഡോക്ടറാണെങ്കിൽ നമ്മൾ പറയും സൂപ്പറാണ്, എത്ര മരുന്നാണ് എനിക്ക് എഴുതി തന്നെ. വളരെ അന്തസ്സോടു കൂടിയാണ് പലരും, നമുക്കറിയാം പല ഫംഗ്ഷനൊക്കെ പങ്കെടുക്കുമ്പോൾ പലരും വളരെ അന്തസ്സോടു കൂടിയാണ് പറയുന്നത് എനിക്ക് BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അവരാകെ പറയാത്തൊരു കാര്യം എയ്ഡ്സ് ഉണ്ടെന്നാണ്. അത് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ രോഗം കൂടെ അവർ പറഞ്ഞാൽ എനിക്ക് സകലമാന രോഗങ്ങളുമുണ്ട്, ഞാൻ സകലമാന മെഡിസിൻസും കഴിക്കുന്നുണ്ട്, ഞാൻ ആ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ഈ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതിന് അടുത്ത ആളെന്ന് പറയും നിങ്ങൾ ഈ ബ്രാൻഡ് മെഡിസിൻ ആണോ കഴിക്കുന്നത്? ഞാൻ ഈ ബ്രാൻഡാണ് കഴിക്കുന്നത്, ഞാൻ BP വേണ്ടി ഈ ബ്രാൻഡാണ് കഴിക്കുന്നത്. ഇതിന്റെ ഒരു ഇതൊരു സൊസൈറ്റി വാല്യൂവിന്റെ ഭാഗമായിട്ടോ പൊങ്ങച്ചത്തിന്റെ ഭാഗമായിട്ടോ മെഡിസിൻ മേഖല കൂടെ കടന്നു വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഭക്ഷ്യ സ്റ്റാളുകൾ അല്ലെങ്കിൽ ഭക്ഷണം നമ്മളുടെ ആഡംബരത്തിന്റെ പ്രതീകമാകുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഒന്നുകിൽ നമ്മൾ ആ കഴിക്കുമ്പോൾ ആലോചിക്കുക ഈ ഭക്ഷ്യവസ്തുക്കളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇതൊന്നും നരേന്ദ്രമോദിക്ക് വന്നിട്ട് നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് തുപ്പിച്ച് കളയാൻ കഴിയില്ല. നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ മാധ്യമങ്ങളും ട്രോളർമാരും എല്ലാം കൂടെ ശ്രീ നരേന്ദ്രമോദി ട്രോളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ സകലമാന മാധ്യമങ്ങളും അന്തിച്ചർച്ച വരെ നടത്തും. മോദി നമ്മുടെ എണ്ണയിലും കൈവച്ചു, ഭക്ഷണത്തിൽ നേരത്തെ കൈവച്ചു, വസ്ത്രത്തിൽ നേരത്തെ കൈവച്ചു, ഇപ്പൊ ഇതാ നമ്മുടെ എണ്ണയിലും കൈവച്ചു. പിന്നെ എണ്ണയുടെ പല വേഷം വരും, തലത്തേക്ക് എണ്ണ വരും, പല എണ്ണകളും വരും. ഏതായാലും അതിനകത്ത് ചെവി കൊടുക്കാതിരിക്കുക. അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട്. എണ്ണയിൽ കൈവച്ച കേരളത്തിലുള്ള ഒരു പലവിധ ആൾക്കാർ സഹിക്കില്ല. കാരണം എണ്ണ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തു തന്നെയാണ് അവർക്കുള്ളത് എന്നുള്ളത് കൊണ്ടാണ് കേരളം കത്തും, പലരും തെരുവിൽ ഇറങ്ങും എന്നുള്ളതാണ്. എന്തായാലും ഈ എണ്ണ എന്ന് പറയുന്ന എണ്ണ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെക്കുള്ളിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ, ഗ്രൗണ്ട് നട്ട് ഓയിൽ അങ്ങനെയുള്ള എണ്ണ ഉത്പാദനം കൂട്ടാനാണ്. കാരണം അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല എണ്ണ. നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും നല്ല ബെസ്റ്റ് എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. പക്ഷെ പല ആൾക്കാരും എന്തുകൊണ്ടോ ഇന്ന് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും. അത് എങ്ങനെ അത് മാറി എന്ന് എനിക്കറിയില്ല. പണ്ടൊന്നും ഞാൻ അമ്പലങ്ങളിൽ വെളിച്ചെണ്ണ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ അമ്പലങ്ങളിൽ കൊടുക്കാനും തലയിൽ തേക്കാനുമാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കഴിക്കാനുള്ളത് നമ്മൾ തലയിൽ തേക്കുകയും തലയിൽ തേക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉള്ളത് നമ്മൾ ഭക്ഷിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതൊക്കെ ഈ കണ്ടീഷനകത്ത് വരും. പിന്നെ ഈ മെഡിക്കൽ മാഫിയയുടെ അമിത പ്രസരം, അവരുടെ കടന്നുകയറ്റം, അത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഡിജിറ്റൽ യുഗമാണ്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ എന്താണ് അവർ മടിയന്മാരായി പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ജോലി എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയി മാറി. അതായത് വീട്ടിലിരുന്നു കൊണ്ട് വർക്ക് ഫ്രം ഹോം, കമ്പ്യൂട്ടറിൽ ചെയ്യാന്നുള്ള പണി, അങ്ങനെ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു വലിയ വിഭാഗം യുവാക്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കിടയിലൊക്കെ തന്നെ വലിയ രീതിയിൽ
അസുഖങ്ങൾ ഒക്കെ കടന്നു കയറാനുള്ള ഒരു സാധ്യത ഇതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ മെഡിക്കൽ മാഫിയയുടെ വലിയ രീതിയിലുള്ള ഈ കടന്നുകയറ്റം, പിന്നെ അവരുടെ ഒരു അതിപ്രസരം ഒക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലാതെ വെറുതെ നരേന്ദ്രമോദി ലാലേട്ടനോട് വണ്ണം കുറയ്ക്കാൻ പറഞ്ഞതായിരിക്കില്ല എന്നുള്ളത്. അദ്ദേഹത്തോട് വണ്ണം കുറയ്ക്കാൻ പറയുമ്പോൾ 10 പേര് ഇത് അറിയും, ഇത് ചർച്ച ചെയ്യും എന്ന ഉദ്ദേശം തന്നെയാണ് മോദി ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വിജയ. താങ്ക് യു സോ മച്ച്.